ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDF ചരിത്ര വിജയം നേടുമെന്നാണ് AK ആന്റണി പറഞ്ഞത്. അതുകൊണ്ട് അത് മാത്രമല്ല, ഇന്ന് 6 മണി കഴിഞ്ഞ് പിണറായി സർക്കാരിന്റെ അല്ലെങ്കിൽ CPM സർക്കാരിന്റെ അവസാനത്തെ ദിവസമാണെന്നും 6 മണി കഴിഞ്ഞാൽ അസ്തമിക്കുവാണെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് സത്യത്തില് ഇപ്പോഴത്തെ പോളിംഗ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ വളരെ മികച്ച രീതിയിലാണ്. ഒരു ശക്തമായ ഒരു മത്സരം സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഏകപക്ഷീയമല്ല, ഏകപക്ഷീയമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. പിന്നെ AK ആന്റണിയെ സംബന്ധിച്ചിടത്തോളം AK ആന്റണി വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു സാധാരണക്കാരൻ UDF വോട്ട് ചെയ്യണം, എന്തിനു ചെയ്യണം എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യത്തിനുള്ള മറുപടി പറയാൻ AK ആന്റണി കൊണ്ട് സാധിക്കും. അതായത് ഇവിടെ ഈ പറയുന്നു അയ്യപ്പന് പിന്നെ സ്വർണം കട്ടുമുടിച്ചവന് എതിരായിട്ടുള്ള ജനവികാരം എന്ന് പറയുന്നു. ആക്ച്വലി ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടുമുടിച്ചത് ആരാണ്? അതിന് കൂട്ടുനിന്നത് ആരാണ്? ആരുടെയൊക്കെ പേരിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നത്? നമ്മൾ കാണേണ്ടത് അതാണ്. അപ്പം ശരിക്കും പിണറായി വിജയനാണോ അയ്യപ്പന്റെ സ്വർണം കട്ടുമുടിക്കാൻ കൂട്ടുന്നത്? കടകംപള്ളി സുരേന്ദ്രനാണോ? അല്ലെങ്കിൽ VN വാസവനാണോ? ഇവരാരെങ്കിലും ആണോ അയ്യപ്പന്റെ സ്വർണം കട്ടുമുടിക്കാൻ കൂട്ടുന്നത്? അല്ല, മുരാരി ബാബു അടക്കം, ജയശ്രീ അടക്കം, തന്ത്രി അടക്കം, അങ്ങനെ നീണ്ടുപോകുന്ന ഒരു വലിയ പട്ടിക അതിന്റെ പിന്നാലെയുണ്ട്. അപ്പം അവരാണ് ശരിക്കും അയ്യപ്പന്റെ സ്വർണം കട്ടുമുടിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തതും പിന്നീട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതും. അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ട് സർക്കാരിനെതിരായി ഒരു വികാരം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനിയും AK ആന്റണി പറഞ്ഞ പോലെ പിണറായി വിജയൻ സർക്കാരിന്റെ അസ്തമനമാണ്. അങ്ങനെയൊക്കെ പറയാനും മാത്രമൊക്കെ ഒരു ആംബിയർ AK ആന്റണിക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ആന്റണിക്ക് അങ്ങനെ ഒരു ആംബിയർ ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. കാര്യം AK ആന്റണി കഴിഞ്ഞാൽ പിന്നെ AK ആന്റണി കുടുംബത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒരാളില്ല. അതാണ് ഒരു വാസ്തവമുള്ള കാര്യമാണ്. AK ആന്റണി കൂടി അവരുടെ കോൺഗ്രസിന്റെ ഒരു പിന്നെ പരമ്പര അവസാനിക്കുക. അനിൽ ഉള്ളത് എന്താ പറയാ, BJPയുടെ ശക്തനായ പ്രവർത്തകനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം കരുണാകരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കരുണാകരൻ 2 മക്കളിൽ ഒരാൾ മാത്രമേ BJP പോയത്. പക്ഷെ ആന്റണിയുടെ ഒരു മോനുള്ളത് അങ്ങ് പോയി. വേറൊരാള് അധികം രാഷ്ട്രീയത്തിലൊന്നും ഇല്ല. ഇനി അതും ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെ ഈ പറയുന്ന ഇതിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പം പിന്നെ അടുത്ത എന്താണ്, കോൺഗ്രസ് അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ അസ്തമിക്കുകയും പകരം UDF അധികാരത്തിൽ കയറാൻ പിന്നെന്താണ് വഴി? അതാണ് എന്താണ് കോൺഫിഡൻസ് ഇങ്ങനെ അല്ലെ? അടുത്ത കോൺഫിഡൻസ് എന്താ? ഈ പറയുന്ന സ്വർണ്ണക്കള്ള എന്ന് പറയുന്നത് വേണമെങ്കിൽ വെക്കാം. അടുത്ത കോൺഫിഡൻസ് എന്താണ്? ഇപ്പോൾ നമ്മൾ നോക്കി പെൻഷൻ, ഈ പറയുന്ന പെൻഷൻ എന്ന് പറയുന്ന സാധനം മുടക്കി 18 മാസം കുടിശ്ശിക വരുത്തിയത് ആരാണ്? UDFന്റെ കാലത്താണ്. 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കുടിശ്ശിക വന്നു. കുടിശ്ശിക വന്നില്ല എന്ന് സ്ഥാപിക്കാൻ കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? അങ്ങനെ ഒരു സ്ഥാപിക്കൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ പിന്നെ പെൻഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സ്ഥാപിക്കൽ എപ്പോഴെങ്കിലും AK ആന്റണിയുടെ ഭാഗത്തു നിന്നോ പോട്ടെ VD സതീശന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടോ? തെളിവുകൾ നിരത്തിക്കൊണ്ട് ഇല്ല. പിന്നെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്താണെന്ന് പറയുന്നു, അല്ലെ അസ്തമനമാണെന്ന് പറയുന്നു. അങ്ങനെ പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ പേരിൽ ഒരു അഴിമതി കേസ് ഉയർത്തിക്കൊണ്ടുവരികയോ ആ അഴിമതി കേസ് കോടതിയിലെത്തുകയോ കോടതിയിൽ ചെന്നതിന് ശേഷം പിണറായി വിജയനോ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ഏതെങ്കിലും മന്ത്രിമാരോ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ അതിന് മറുപടി AK ആന്റണി പറയണം. AK ആന്റണി ഇതൊക്കെ പറയാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ കോടതിയിൽ പോയി നാണം കെട്ട് തിരിച്ചു വന്നിട്ടുള്ള ആരാണെന്ന് ചോദിച്ചാൽ അത് UDF കാരാണെന്ന് പറയേണ്ടി വരും. അപ്പം കോടതിയിലേക്ക് പോയി നാണം കെട്ട് തിരിച്ചു വന്നു, സംസ്ഥാന സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിൽപ്പെട്ട ഒരു മന്ത്രിക്കെതിരെ പോലും ശക്തമായ ഒരു എവിഡൻസോട് കൂടി ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടു. പിന്നെ എന്തിനാണ് UDF വോട്ട് ചെയ്യേണ്ടത്? ഇനി എന്താണ് UDF ഇവർക്ക് പിന്നെ ഇവിടുത്തെ പൊതുജനത്തിൽ കൊടുക്കാനുള്ളത്? ഇവിടെ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഞങ്ങൾ തുടക്കമിട്ടു. മെട്രോ, വിഴിഞ്ഞം പ്രോജക്റ്റ്, ദേശീയപാത, ഗെയിൽ വാതക പൈപ്പ് ലൈൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ തുടക്കമിട്ടു എന്ന് പറയുന്നു. എന്നിട്ട് ഈ തുടക്കമിട്ടിട്ട് എന്തുകൊണ്ടാണ് പലതും പൂട്ടി പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത്?
എന്താണ് കാര്യം? ഉമ്മൻചാണ്ടിക്ക് എന്താണ് ഉമ്മൻചാണ്ടി സർക്കാരിന് തടസ്സം ഉണ്ടാക്കിയത്? അപ്പം ഉമ്മൻചാണ്ടിയെ കൊണ്ട് നമ്മൾ നോക്കിയ വിഴിഞ്ഞം പ്രോജക്റ്റിന് കല്ലിട്ടു, ശരി. ആ കല്ല് പിന്നെ പൊന്തിയോ? ആ കല്ലിന് മുകളിൽ വേറൊരു കല്ല് വന്നോ? ഇല്ല. ഇവിടെ നമ്മൾ നോക്കിയാൽ ദേശീയപാത അതോറിറ്റി ഇവിടുന്ന് കടപൂട്ടി തിരിച്ചുപോയി. എന്താ കാരണം? പിന്നെ ഇവിടെ 45 മീറ്റർ വേണം ദേശീയപാതയുടെ വീതി. ഇതിൽ തർക്കമുണ്ടായി, അത്രയും സ്ഥലം എടുക്കാൻ കഴിയില്ല എന്ന് ഉമ്മൻചാണ്ടി തീർത്ത് പറഞ്ഞു. അതോടുകൂടി ഈ ദേശീയപാത അതോറിറ്റി നമ്മുടെ കേരളം വിട്ടുപോയി. പിന്നെ ഈ AK ആന്റണി എന്ന് പറയുന്ന ഒരാൾക്ക് ഇങ്ങനെ പറയാനുള്ള മൗലികമായ അവകാശമുണ്ടോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് തന്നെ. അപ്പൊ ഇതിൽ നിന്നാണോ ശരിക്കും UDF ഇനി വോട്ട് ചെയ്യേണ്ടത്? മെട്രോ റെയിൽ പ്രോജക്റ്റ് അത് നടപ്പിലാക്കി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തിയത് പിണറായി വിജയൻ സർക്കാരാണ്. കണ്ണൂർ എയർപോർട്ട് ഇങ്ങനെ ഇരുന്നതായിരുന്നോ? കണ്ണൂർ എയർപോർട്ടിന് ആദ്യമായിട്ട് ഒരു ഉദ്ഘാടനം നടത്തുന്ന രീതിയിൽ ഒരു പരിപാടി പ്ലാൻ ചെയ്തായിരുന്നു. എന്താ പറയാ, കുറെ മണ്ണൊക്കെ അടിച്ചിട്ട് ഒരു ചെറിയ ഒരു ഇതുണ്ടാക്കിയിട്ടിട്ട് അതിലൂടെ ഫ്ലൈറ്റ് ഇറക്കിക്കൊണ്ട്. അല്ലാതെ വേറെ തലത്തിൽ അതിൻ്റെ ഉദ്ഘാടന പരിപാടി ഇവിടെ നടത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉമ്മൻചാണ്ടി ഇവിടെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട്. പിന്നെ എന്തിനാണ് ഇനി UDF വിജയിപ്പിക്കേണ്ടത്? ഇവിടെ സ്വർണം കട്ടു എന്ന് പറയോ? ശരി, ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിന്, ഈശ്വരന്, പിന്നെ ഒരു ഭക്തൻ കൊടുത്ത സ്വർണം ഈ പറയുന്ന കുറെ പോറ്റി അടക്കമുള്ള ആ ശബരിമലയുമായി വളരെ അടുത്ത ബന്ധമുള്ള പലരും കൈക്കലാക്കി മോട്ടിച്ചു വിറ്റു എന്നുള്ളതാണ് വാസ്തവം. ഇതിനകത്ത് പിണറായി വിജയന് യാതൊരു പങ്കുമില്ല, അല്ലെങ്കിൽ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അന്വേഷണം ഉടനെ അതിന്റെ റിസൾട്ട് വരികയും ചെയ്യും. ഇനിയും ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, ഇതൊരു ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ശരിക്കും ഇവരിപ്പോ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ മുതൽ അടിച്ചു മാറ്റി വിറ്റു. ആക്ച്വലി ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചുകൂടെ മനുഷ്യത്വപരമായി സംസാരിച്ചാൽ ദൈവത്തിന്റെ മുതല് ദൈവത്തിനുള്ളതാണ്, അത് കൈയിട്ട് വാരിയത് തെറ്റാണ് എന്ന് നമുക്ക് പറയാം. തന്നെയുമല്ല, ഇനി ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കാത്തു സംരക്ഷിക്കേണ്ട ഒന്നാണല്ലോ ദൈവം. അപ്പൊ ആ ദൈവത്തിന്റെ എന്തിനാണ് മുതൽ, ഈ പറയുന്ന സ്വർണം എന്തിനാണ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭംഗിയെന്തിനാണ് ചോദിക്കാം. അപ്പൊ അതിന് ഒരു മാനുഷികത്വം ഇല്ല എന്ന് പറയാം. മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതില്ല. മനുഷ്യത്വപരമായ സമീപനമല്ല അവിടെ വേണ്ടത്. എന്നാൽ ദൈവത്തിന്റെ മുതൽ അടിച്ചു മാറ്റി എന്നുള്ളത് തെറ്റാണ്, നിയമപരമായി അത് തെറ്റാണ്. എന്നാൽ നമ്മുടെ മനുഷ്യത്വം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തെറ്റാണ്, മനുഷ്യത്വപരമായിട്ടും ധാർമ്മികമായിട്ടും നിയമപരമായും എല്ലാം തെറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി എനിക്ക് തോന്നുന്നു UDF ആണ്, കോൺഗ്രസ് ആണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിന് വേണ്ടി പിരിച്ച തുകയിലല്ല വെട്ടീര് നടത്തിയത്. ഒരുപറ്റം ആളുകൾക്ക്, ഒരുപറ്റം സാധാരണക്കാർക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക്, ഉറ്റവരെ നഷ്ടപ്പെട്ടവര്, ഉടയവരെ നഷ്ടപ്പെട്ടവര്, സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടവര് എന്ന് വേണ്ട തങ്ങൾക്ക് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടവര്, അവർക്ക് വേണ്ടി പണപ്പിരിവ് നടത്തിക്കൊണ്ട് ഇവിടെ കോടികൾ അടിച്ചു മാറ്റി. അത് വളരെ വളരെ വ്യക്തമായി പറയേണ്ട കാര്യമാണ്. കോടിക്കണക്കിന് രൂപ കേരളത്തിൽ അടിച്ചു മാറ്റി. ഇതാരാണ്? ഇങ്ങനെ നടത്തിയ സംഘടന ഏതാ? കോൺഗ്രസ് പാർട്ടിയാണ്, അല്ലെ? അപ്പൊ നമ്മൾ മറ്റൊന്ന് ദൈവികമായി ചിന്തിക്കുമ്പോൾ ഒരിടത്ത് നമ്മൾ മനുഷ്യത്വപരമായി ചിന്തിക്കണം. ഇപ്പൊ ഈ ജനങ്ങളുടെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് എന്തൊക്കെയാ പറഞ്ഞത്? ഞങ്ങൾ ശാസ്തമംഗലം ധനലക്ഷ്മി ബാങ്കിലാണ് അക്കൗണ്ട്, എന്നാൽ അതേസമയം വെള്ളയമ്പലം ബ്രാഞ്ചിലെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് മിണ്ടുന്നില്ല. അത് ഒരു വിദേശ ഒരു NRI ആളിന് ആരുടെ ബിനാമിയാന്നുള്ള കാര്യമൊന്നും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഉള്ള ഒരു ബിനാമിയുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ ഇതിൽ നിന്ന് അയച്ചു കൊടുത്ത് ട്രാൻസാക്ട് ചെയ്തിരിക്കുന്നു. 4-5 കോടി രൂപയോളം ആ വഴിക്ക് പോയിരിക്കുന്നു. 4-5 ആണോ ഇനി 45 ആണോ എന്നുള്ളതിന് സംശയം വരാം. അതിന്റെ പിരിവെടുത്തതിന്റെ ബാക്കി കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം വരുന്നതെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ സുപ്രധാനപ്പെട്ട ഒരു പാർട്ടി തന്നെയാണ് ഈ കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ സംവിധാനം പിരിച്ചപ്പോൾ വെറും 5.5 കോടി രൂപ പോലും കിട്ടിയില്ല എന്ന് പറയുന്നിടത്താണ് അതിന്റെ ഏറ്റവും വലിയൊരു ദുരന്തം കിടക്കുന്നത്, ആ പാർട്ടിയുടെ ദുരന്തം. അപ്പം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന 5.5 കോടി എന്ന് പറയുന്ന ഒരു കണക്കല്ല ശരിക്കും കോൺഗ്രസിന്റെ ഈ ഒരു അക്കൗണ്ടിൽ ഉണ്ടാകേണ്ടത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 45 കോടി, ടോട്ടൽ ഒരു 50 കോടിക്ക് മുകളിൽ പിരിവ് നടക്കുകയും ഇതിൽ 45 കോടി രൂപ തട്ടിക്കലും വെട്ടിക്കലും വഴി പലരുടെ ചില വായികളിലേക്ക് പോയി എന്നും നമുക്ക് ചിന്തിക്കുന്നതാണ് ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിൽ സ്വന്തം കൂടപ്പറപ്പുകളെ, സ്വന്തം നാട്ടിലുള്ളവരെ, കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി ഒപ്പിച്ചു വെച്ച ഒരു സമ്പത്തിൽ പോലും, പണത്തിൽ പോലും കൈയിട്ട് വാരി അത് മൃഷ്ടാന്നം ഭുജിച്ച ടീമുകളാണ് കോൺഗ്രസ്സുകാർ. അപ്പൊ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇനിയും ഇവിടേക്ക് എത്തുമ്പോൾ, അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഇതിനൊക്കെ
ചിന്തിക്കാൻ കഴിയുന്ന, ഇതിനൊക്കെ അപ്പുറത്തേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ള നിരവധി അഴിമതി കഥകൾ നമ്മുടെ കേരളത്തിൽ കേൾക്കേണ്ടി വരും. ഇന്ന് മാധ്യമങ്ങൾ ഇടതുപക്ഷ സർക്കാരിന്റെ അഴിമതിക്ക് വേണ്ടിയിട്ട് വാർത്തകൾക്ക് വേണ്ടി പരക്കം പായുകയാണെങ്കിൽ, അഴിമതി വാർത്തകൾക്ക് വേണ്ടി പരക്കം പായുകയാണെങ്കിൽ, നാളെ കോൺഗ്രസ് കയറി കഴിഞ്ഞാൽ ഇതിനൊരു പഞ്ഞവും ഉണ്ടാവില്ല. രാവിലെ മുതൽ വൈകുന്ന വരെ കോൺഗ്രസ് പാർട്ടിയുടെ അഴിമതി പറയാൻ മാത്രമേ സമയം കാണുകയുള്ളൂ. അപ്പം അതും അതിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് എ.കെ. ആന്റണി ചിന്തിക്കേണ്ടത് എന്തിന് കോൺഗ്രസിനെ ഈ കേരളക്കാർ ജയിപ്പിക്കണം എന്നുള്ളതാണ് ആന്റണി പറയേണ്ടത്. എന്തിന് ജയിപ്പിക്കണം? ഇവിടെ വയനാട് ജനങ്ങളെ സഹായിച്ചതിനോ, ഇവിടെ പ്രളയമുണ്ടായ സമയത്ത് 1000 വീട് വാഗ്ദാനം ചെയ്തിട്ട് നടപ്പിലാക്കി കൊടുക്കാത്തതിനോ, ഇവിടെ സാധാരണക്കാരുടെ പോയ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന 1600 രൂപ പെൻഷൻ 18 മാസം കുടിശ്ശിക വരുത്തിയതിനോ, വിദ്യാർത്ഥികളുടെ തെരുവിലിറക്കിയതിനോ, ഇനി അതല്ല ഈ പറയുന്ന സാധാരണക്കാരുടെ പുനർജനി പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറ്റിച്ചതിനോ, പ്രളയത്തിന് 1000 വീട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറ്റിച്ചതിനോ, അങ്ങനെ കഥകൾ ചോദിക്കുകയാണെങ്കിൽ നിരവധി കഥകൾ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അധികാരമില്ലാതിരുന്ന കാലത്ത് അഴിമതി നടത്തിയതിന്റെ പേരിൽ അവർക്ക് പറ്റിയിട്ടുണ്ട്. പെണ്ണ് കേസ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളും കോൺഗ്രസിന് പറ്റിയിട്ടുണ്ട്. അപ്പൊ എ.കെ. ആന്റണി പറയുമ്പോൾ കുറച്ചുകൂടെ വിശദമാക്കി പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവർക്കും കൃത്യമായി മനസ്സിലായേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്.